നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 8-ാം അധ്യായം 6-ാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു. ഓം യാജയിത്വാ അശ്വമേധയസ്തം ത്രിഭിരുത്തമകൽപകൈ തദ്യശം പാവനം ദിക്ഷു ശതമന്യോരിവാതനോത്. അന്വയം: ഉത്തമകൽപകൈ ത്രിഭിഃ അശ്വമേധൈ. കൽപ്പവൃക്ഷം ചോദിച്ചതൊക്കെ തരുന്നതായിട്ടുള്ള ഒരു ഭാവം. ഇപ്പോൾ ഇവിടെ 100 യാഗം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ആഗ്രഹിച്ചാലും ഒക്കെ നടക്കും, ഇന്ദ്രപട്ടം കിട്ടുന്ന. അപ്പോൾ അത്രയും പ്രാധാന്യം അതിനുണ്ട്. ആ ഇന്ദ്രപട്ടം കിട്ടിയ ഒരു ഭാവം ഇനി കൊടുക്കാൻ പോവുകയാണ് യുധിഷ്ഠിരന് ശ്രീകൃഷ്ണൻ. അശ്വമേധയാഗങ്ങൾ ചെയ്ത് ആ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളായിട്ട് ഈ ധർമ്മരാജൻ്റെ അംശ അവതാരമായിട്ടുള്ള യുധിഷ്ഠിരന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനൊരു സൂചന നൽകുകയാണ് ഇവിടെ. ഇപ്പം ഈ പിണ്ടോദകം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സാത്വികർ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആണ് യുധിഷ്ഠിരനെ ഇങ്ങനെ 3 അശ്വമേധ യാഗങ്ങളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നത് ഭഗവാൻ തന്നെ ചെയ്യിച്ചത്. അതിനുണ്ടൊരു കാരണം. ഇവിടെ സ്വത്തും മുതലൊന്നും ഇല്ലാണ്ടേ. അപ്പോൾ യാഗം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മരുത്തൻ യാഗം ചെയ്തതിൻ്റെ ബാക്കി ഹിമാലയത്തിൽ കിടക്കുന്നുണ്ട്. സ്വർണ്ണപാത്രങ്ങളായിട്ടും അങ്ങനെ വസ്തുക്കൾ, യജ്ഞത്തിന് ഉപയോഗിച്ചതായിട്ടുള്ള ഈ സ്വർണ്ണ രത്നാദി കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പാത്രമായിട്ടാവാം, പണ്ടായിട്ടാവാം, പലതും ഉണ്ടാവും. അത് പോയിട്ട് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവരാനൊന്നും പറ്റില്ല, അത്ര കൂടുതലുണ്ടേ. അപ്പോൾ കുറച്ച് കൊണ്ടുവന്നു. അതുകൊണ്ട് 3 അശ്വമേധയാഗം നടത്തി പിന്നെയും ബാക്കിയാണ്. അപ്പോൾ അത് പിന്നീട് കൊണ്ടുവന്നിട്ടുണ്ടാവാം, അതിൻ്റെ കഥയില്ല. കാരണം ഇവിടെ തന്നെ സമൃദ്ധിയായി. അപ്പോൾ ആ ഒരു വിഷയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തമകൽപകൈ. അപ്പോൾ അതിശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഇതിൻ്റെ ഫലം അങ്ങനെ അത്രയും സാത്വികമാണ് വരിക. അതുകൊണ്ടാണ് വൃദ്ധിയാണ്. അങ്ങനെ ത്രിഭി അശ്വമേധൈ 3 അശ്വമേധങ്ങളെ കൊണ്ട് തം ആ അജാതശത്രുവിനെ അല്ലെങ്കിൽ യുധിഷ്ഠിരനെ യാജയിത്വ യാഗം ചെയ്യിപ്പിച്ചു. പാവനം അതിശുദ്ധമായിട്ടുള്ള തദ് യശഃ ആ യുധിഷ്ഠിരൻ്റെ യശസ്സിനെ വളരെയധികം ഉയർത്തി. എത്രത്തോളം? ശതമന്യോഹോ ഇവ 100 യാഗം ചെയ്ത് ഇന്ദ്രനായിട്ടുള്ള ആ പുരന്ദരനെ പോലെ യശസ്വിയാക്കിയിട്ട് തീർത്തു. ദിക്ഷു ആതനോത് എല്ലാ ദിക്കുകളിലും അത് വ്യാപിപ്പിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ബ്രഹ്മാണ്ടം മുഴുവൻ ഈ യുധിഷ്ഠിരൻ്റെ യാഗത്തെ എല്ലാവരും അറിഞ്ഞു, സൽകീർത്തിയെ എല്ലാവരും അറിഞ്ഞു. അതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഗൃഹസ്ഥനാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാവർക്കും വേണ്ടത് മുഴുവൻ കൊടുക്കുന്നത്. അസുരന്മാർക്കായാലും ദേവന്മാർക്കായാലും അതെ, മനുഷ്യന്മാർക്കായാലും ശരി, സസ്യങ്ങൾക്കായാലും തിര്യജാതിക്കായാലും ഒക്കെ ഗൃഹസ്ഥനാണ് കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഗൃഹസ്ഥനാണ്. ആ ഗൃഹസ്ഥധർമ്മം കൊണ്ട് മുക്തി ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഗൃഹസ്ഥധർമ്മങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുക്തിപ്രദമാണ്, കർമ്മയോഗമാണ്. കർമ്മയോഗമായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊന്ന് കാണിക്കാനും കൂടിയാണ് ഇവിടെ ഈ നല്ല രാജാവായിട്ട്. ഭഗവാന്റെ ഇച്ഛ അങ്ങനെയാണ്. രാജാവായിട്ട് എനിക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കൂ, അപ്പോൾ എന്നെ പൂജിക്കൂ, പൗരന്മാരെ കൊണ്ട് എന്നെ പൂജിപ്പിക്കൂ. ഇങ്ങനെയുള്ള സന്ദേശമാണ് ഭഗവാൻ കൊടുക്കാറ്. എല്ലാ പുരാണങ്ങളും ഒരേപോലെ ആട്ടോ, ഒരു വ്യത്യാസമില്ല. യാജയിത്വ അശ്വമേധൈ തം യാജയിത്വ യാഗാദികളെ ചെയ്യിച്ചു. അശ്വമേധൈ 3 അശ്വമേധങ്ങളാണ് ചെയ്തത്. അപ്പോൾ അശ്വമേധം തൊട്ടുള്ള യാഗങ്ങളെ കൊണ്ട് എന്നാണ്. 100 കണക്കിന് യാഗങ്ങൾ ചെയ്തിട്ടുണ്ടാവും. തം ആ യുധിഷ്ഠിരനെ ത്രിഭിഃ 3 ഉത്തമകൽപകൈ. അപ്പോൾ ചില യാഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൽപ്പവൃക്ഷം പോലെ ചോദിച്ചതൊക്കെ കിട്ടും. ഇവിടെ ആവശ്യമുള്ളത് എന്തോ അത് ചോദിക്കാതെ കിട്ടും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് ഈ യാഗങ്ങൾ. തത് യശഃ അതുകൊണ്ട് തന്നെ അതിൻ്റെ യശസ്, ഈ യാഗം ചെയ്തതിൻ്റെ യശസ്, യാഗ യജമാനൻ്റെ യശസ്
പിന്നെ അത് അനുഭവിച്ചവരുള്ള എല്ലാവരുടെയും ആ ഒരു മനസ്സും ഇതൊക്കെ യശസ്സായിട്ട് മാറും. അങ്ങനെ ആ യശസ് പാവനം ഏറ്റവും കൂടുതൽ ശുദ്ധമായി തീർന്നു. സാത്വികമായിട്ടുള്ള ഭാവത്തിൽ ഈ ഇപ്പം യുദ്ധമൊക്കെ നടത്തി അനവധി പ്രശ്നങ്ങളുണ്ടായല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ വിഷയമില്ലാണ്ടേ അങ്ങനെ ഏറ്റവും സാത്വികമായിട്ടുള്ള ഭാവത്തിൽ യുധിഷ്ഠിരൻ്റെ യശസ്സിനെ ഉയർത്തി. ഭഗവാനാണ് ഉയർത്തിയതേ, ഭഗവാന് വേണ്ടിയിട്ടാണ് യാഗം ചെയ്തത്, അത് വേറെ വിഷയം. പക്ഷെ ഉയർത്തിയത് ഭഗവാനാ. യശസ് ഉയർന്നത് പാണ്ഡവരുടെ. ഈ യുദ്ധം ചെയ്യിച്ചത് ഭഗവാനാണ്. എല്ലാവരെയും വധിച്ച് ഭൂഭാരമൊക്കെ തീർത്തത് അർജുനനാണ് എന്ന് യശസ് അർജുനന് കൊടുത്തിട്ടാണ് ഭഗവാൻ ഭൂഭാരം തീർത്തത്. അപ്പം അങ്ങനെ ഭഗവാൻ ഇത് ആവശ്യമില്ല. ആവശ്യം ആർക്കാണ്? ആവശ്യം പാണ്ഡവർക്കാ. അപ്പം അതുകൊണ്ട് പാണ്ഡവരുടെ യശസ്സിനെ ഉയർത്തി. പിന്നെയോ ത്രിഭി ഉത്തമകൽപ്പകൈഹി തദ്യശ പാവനം ദിക്ഷു ദിക്ഷു വിദിക്ഷു. ദിക്ക് വിദിക്ക്. ദിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഇനി വിദിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നികോണ്, നിരതികോണ്, വായുകോണ്, ഈശാനകോണ്. അതേപോലെ മുകളിലും താഴെയും, ഇങ്ങനെ 10 ദിക്കും എന്നാണ്. അപ്പോൾ 10 ദിക്കും ഈ യശസ് ചെന്നു. അതുകൊണ്ട് ദിക്ഷു ശതമന്യോഹോ ഇവ ആതനോത്. ഇങ്ങനെ ഇന്ദ്രൻ്റെ യശസ് എത്രയാണോ അത്രത്തോളം അത് ആതനോത് വ്യാപിപ്പിച്ചു, എല്ലാ ദിക്കും എത്തിച്ചു. എല്ലാ ദിക്കിലും ഈ യുധിഷ്ഠിരൻ്റെ യാഗാദി കാര്യങ്ങളെ അതുപോലെ യുദ്ധം ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരെയും സാത്വിക ഭാവത്തിലേക്ക് എത്തിച്ചു, ബാക്കിയുള്ളവരെയൊക്കെ വധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ യുധിഷ്ഠിരനാണ് ശരി എന്ന് പറഞ്ഞു എന്ന് സാരം. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഇതിപ്പോൾ 6ാമത്തെ ശ്ലോകമാണ്. യാജയിത്വ അശ്വമേധയിസ്തം ത്രിഭിരുത്തമകൽപ്പകൈ തദ്യശ പാവനം ദിക്ഷു ശതമന്യോരിവാദനോത്. ഇനി 7ഉം 8ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയണു. ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ ശൈനേയോദ്ധവ സംയുത ദ്വൈപായനാദിഭിർവിപ്രൈ പൂജിതൈ പ്രതിപൂജിത ഗന്ധും കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിതാം ഉപലേഭേഭിധാവന്തീമുത്തരാം ഭയവിഹ്വലാം. പാണ്ഡുപുത്രാൻ, പാണ്ഡവന്മാരോട്, പാണ്ഡുവിൻ്റെ മക്കളായിട്ടുള്ള പാണ്ഡവരോട് ആമന്ത്ര്യ യാത്ര പറഞ്ഞിട്ട് കുശലാന്യത അതൊക്കെ വേണം. എങ്ങനെയാ വെച്ചാൽ യാത്ര പിരിയുമ്പോൾ ഇനി എന്തെങ്കിലും വേണ്ടതുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചോദിക്കണം എന്നാ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് ശൈനേയോദ്ധവ സംയുത, സാത്യകി ഉദ്ധവൻ, അതിൻ്റെ പേര് അങ്ങനെയാണ്, അതിൽ കൂടുതൽ അത് പറയണില്ല. ശൈനേയ ഉദ്ധവ സംയുത, സാത്യകിയും എന്ന് വെച്ചാൽ എപ്പോഴും കൂടെയുള്ള ഭാവമാണ് സാത്യകിക്ക്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അങ്ങനെ സാത്യകി, അതേപോലെ ഉദ്ധവൻ മന്ത്രിയാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ശൈനയോദ്ധവ സംയുത, സാത്യകി ഉദ്ധവൻ ഇവരോട് ചേർന്നിട്ട് പൂജിതൈഹി, പൂജിക്കപ്പെട്ടതായിട്ടുള്ള ഈ ദ്വൈപായനാദിഭി വ്യാസൻ മുതലായുള്ളവരുടെ വിപ്രൈഹി ബ്രാഹ്മണരുടെ പ്രതിപൂജിത. അപ്പോൾ ഭഗവാനെ അങ്ങോട്ട് പൂജിച്ചു, ഭഗവാൻ ഇങ്ങോട്ടും പൂജിച്ചു എന്നാണ്. ബ്രാഹ്മണരെ ഭഗവാൻ പൂജിക്കും. അപ്പോൾ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ ഓരോ തരത്തിലാണ്. ബ്രാഹ്മണർ ഭഗവാനെ പൂജിക്കുമ്പോൾ ബ്രാഹ്മണരെ ഭഗവാൻ പൂജിക്കുന്ന പോലെയല്ല. പാണ്ഡവരെ ഈ ഭഗവാൻ സ്വീകരിക്കുന്നതും കൃഷ്ണൻ പാണ്ഡവരെ സ്വീകരിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ യഥാവിധി എപ്രകാരത്തിലാണോ സ്വീകരിക്കേണ്ടത്, പൂജിക്കേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക വാങ്ങൽ നടത്തേണ്ടത് അതുപോലെ ചെയ്തു. പ്രതിപൂജിത, പ്രതിപൂജിത. പിന്നെ പറയാണ് ബ്രഹ്മൻ, സൂതനാണ് പറയണത്. സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാണ്, ബ്രഹ്മൻ അല്ലയോ ശൗനകാദി മഹർഷിമാരെ, ദ്വാരകാം ശ്രീകൃഷ്ണ ദ്വാരകാം ഗന്ധും, ശ്രീകൃഷ്ണൻ ഈ ദ്വാരകയിലേക്ക് പോകുവാനായിട്ട് കൃതമതി, ചെയ്യാൻ ഉറച്ചു. കൃതമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ഉറച്ചു, അതാണ് ബുദ്ധി ചെയ്യൽ എന്നുള്ള പ്രവൃത്തിക്ക് ഉറച്ചു, കൃതമതി. അപ്പോൾ നമ്മളൊക്കെ സ്വതേ ഒരു ദൃഢനിശ്ചയം എന്നൊക്കെ പറയില്ലേ, എന്ന കൂട്ടത്തിൽ അത് ഉറപ്പിച്ചു, നിശ്ചയിച്ചു. കൃതമതി. പിന്നെ രഥം ആസ്ഥിത, രഥത്തിലേക്ക് കയറി ആരോഹണം ചെയ്തു. രഥം ആസ്ഥിത, രഥത്തിൽ കയറിയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഭയവിഹ്വലാം ഉത്തരാം, വളരെയധികം പേടിച്ചുകൊണ്ട് ഉത്തര ഓടി വരികയാണ്. അഭിധാവന്തിയും, നേരിട്ട് ഓടി വരിക. കൃഷ്ണനെ കാണാനായിട്ട് നേരിട്ട്, ഈ രഥത്തിലിരിക്കുന്ന കൃഷ്ണനെ കാണാനായിട്ട് ഭയവിഹ്വലാം ഉത്തരാം അഭിധാവന്തിയും ഉപലേഭേ, അത് ഭഗവാൻ കണ്ടു.
എല്ലാവരും കണ്ടു. അപ്പോൾ ഭഗവാൻ യാത്ര പറയാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഉത്തര ഓടി വരികയാണ്. ഇപ്പോൾ ഭഗവാൻ ഈ ദ്വാരകയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ നേരമായി ശ്രമിക്കണം. 5-6 വട്ടം പോകാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഓരോരോ തടസ്സങ്ങളുണ്ടായി എന്നാണ്. അതിലിപ്പോൾ ഈ കുന്തി വന്നിട്ട് സ്തുതിക്കുന്നതും ഉത്തര ഇപ്രകാരത്തിൽ വന്ന് പറയുന്നതും, അതേപോലെ യുധിഷ്ഠിരൻ്റെ ഈ സംശയം തീരാത്തതുകൊണ്ട് ശരശൈലി കിടക്കണം ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോലും, അങ്ങനെ അനവധിയുണ്ട്. ഓരോ തടസ്സങ്ങളായിട്ട് ഈ ഭാരതയുദ്ധം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് യാത്രയാകുന്നതായിട്ടുള്ള ഒരു രംഗം. അപ്പോൾ ഇവിടെ ഉത്തര ഓടി വരുന്നത് കണ്ടു, ഭഗവാൻ കണ്ടു, എല്ലാവരും കണ്ടു. ആമന്ത്ര്യ പാണ്ഡുപുത്രാൻശ്ച, ഇങ്ങനെ നല്ലോണം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പാണ്ഡുപുത്രന്മാരോട് യാത്ര പറഞ്ഞ് ശൈനേയ ഉദ്ധവ സംയുത, സാത്വികിയും ഉദ്ധവനും കൂടിയിട്ട് യാത്ര പോവുകയാണ്. കൃഷ്ണൻ ദ്വാരകയ്ക്ക് മടങ്ങി പോവുകയാണ്. ആ സമയത്ത് ദ്വൈപായനാദിഭിഹി വിപ്രൈഹി, ദ്വൈപായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസൻ, ആ ദ്വീപിൻ്റെ ഉള്ളിൽ ഉണ്ടായതാണ്. മഞ്ഞ് ദ്വീപാണ്, മഞ്ഞ് ദ്വീപിൻ്റെ ഉള്ളിലാണ് ഉണ്ടായത്, നദിയുടെ നടുക്കിൽ. അപ്പോൾ അവിടെ ഉണ്ടായ കൃഷ്ണദ്വൈപായനൻ ബ്രാഹ്മണൻ, അതേപോലെ വിപ്രൈഹി മറ്റ് ബ്രാഹ്മണരൊക്കെ പൂജിതൈഹി നന്നായിട്ട് തന്നെ കൃഷ്ണനെ പൂജിച്ചു. പ്രതിപൂജിത, കൃഷ്ണൻ ഇങ്ങോട്ടും അതേപോലെ അവരെ പൂജിച്ചു. ഗന്ധും കൃതമതിഹി, അങ്ങനെ യാത്രയാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിശ്ചയിച്ചു. ആ സമയത്ത് ബ്രഹ്മൻ, അല്ലയോ ശൗനകാദി മഹർഷിമാരെ, ദ്വാരകാം രഥം ആസ്ഥിത, ദ്വാരകയ്ക്ക് പോവാൻ വേണ്ടിയിട്ട് ഗന്ധും കൃതമതിഹി ദ്വാരകാം ശ്രീകൃഷ്ണ രഥം ആസ്ഥിത. അപ്പോൾ ഈ കൃതമതിയായിട്ടുള്ള നിശ്ചയിച്ചതായിട്ടുള്ള കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രഥത്തിലേക്ക് കയറിയിരുന്നു. അപ്പോൾ ആ ഗന്ധും ഇച്ഛ, പോവാനുള്ള താല്പര്യത്തോട് കൂടിയിട്ടാണ് നിൽക്കണത്. ഭഗവാൻ അറിയാം ഇപ്പം പോകാൻ പറ്റില്ല എന്ന്, എന്നാലും ശരി കയറിയിരുന്നതാ, ഞാൻ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ അച്ചമ്മളെ എന്നൊക്കെ പറഞ്ഞിട്ടേ കയറിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉപലേഭേ കണ്ടു. എന്താ കണ്ടത്? അഭിധാവന്തിയും ഓടി വരിക. ധാവന്തി ഒഴുകുക വെച്ചാൽ ഓടി വരികയാണ്. അഭിധാവന്തിയും, അത് നേരിട്ടാണ് ഇനി വരണത്. ഉത്തരാം, ആ ഉത്തരെ കണ്ടു. അഭിമന്യുവിൻ്റെ പുത്രനാണ്, അഭിമന്യുവിൻ്റെ പത്നിയാണ്. ആ പത്നി ഭയവിഹ്വലാം, ഓടി വരിക. എങ്ങനെ? പേടിച്ചിട്ട് ഓടി വരിക. ആമന്ത്ര്യ പാണ്ഡുപുത്രാൻ ശൈനേയോദ്ധവ സംയുത ദ്വൈപായനാദിഭിർവിപ്രൈ പൂജിതൈ പ്രതിപൂജിത ഗന്ധും കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത ഉപലേഭേഭിധാവന്തീം ഉത്തരാം ഭയവിഹ്വലാം. 7ഉം 8ഉം 2 ശ്ലോകങ്ങൾ. അപ്പോൾ 6ഉം 7ഉം 8ഉം 3 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഉത്തര വന്നിട്ട് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ. ഇങ്ങനെ ഭഗവാനോട് പുത്രനെ തരൂ. ഓം ഹ്രീം സൃഷ്ടിം സകലേശ്വരീ മമ ആഗ്രഹസിദ്ധി സൽപുത്രലാഭം ഗുരു ഗുരു സ്വാഹ. അങ്ങനെ ശൈവമായിട്ടും വൈഷ്ണവമായിട്ടും ശാക്തേയമായിട്ടും അതേപോലെ പുരാണങ്ങളിലും മറ്റ് പല സ്ഥലത്തും ഈ പുത്രനെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാവമുണ്ട്. അത് നമുക്ക് അടുത്തതിൽ പറയാം. ശ്രീ ഗുരുവായൂരപ്പാശനം നാരായണ നാരായണ നാരായണ. ഇപ്പോൾ 6, 7, 8, 3 ശ്ലോകങ്ങളാണ് പ്രഥമ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ കുന്തി സ്തുതിയിൽ 4ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞത്. ഇനി അടുത്തതിൽ പറയാം.